കേന്ദ്ര മന്ത്രിസഭയിൽ അസമിനും ത്രിപുരയ്ക്കും 7250 കോടി രൂപയുടെ പ്രത്യേക വികസന പാക്കേജ് അനുവദിച്ചു. വടക്ക് കിഴക്കൻ മേഖല വികസനത്തിന്റെ പാതയിലെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സാങ്കേതിക വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും 4200 കോടി രൂപയുടെ പദ്ധതിയും മന്ത്രിസഭ അംഗീകരിച്ചു. പാചകവാത വില വർധന തടയുന്നതിന് മാത്രം 30,000 കോടി രൂപയുടെ സബ്സിഡിയും അംഗീകരിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ത്രിപുര അടക്കമുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളുടെ വികസനം അസമിനും ത്രിപുരയ്ക്കും മാത്രമായി 7250 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ അനുവദിക്കുന്നു. അതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തെല്ലാവരെയും ബാധിക്കുന്ന പാചകവാതകത്തിൻ്റെ വില അത് പിടിച്ചു നിർത്താൻ 30,000 കോടി രൂപയുടെ സബ്സിഡി കൂടി അംഗീകരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ജിഷ്ണു. വിനോദ്, കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മാധ്യമങ്ങളെ കണ്ടത്. ആ സമയത്താണ് ഇന്ന് കേന്ദ്ര മന്ത്രിസഭയിൽ സ്വീകരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയിച്ചത്. അതിൽ ഏറ്റവും പ്രധാനം വിനോദ് ചൂണ്ടിക്കാട്ടിയതുപോലെ രാജ്യത്തെ സാധാരണക്കാർക്ക് ഏറ്റവും പ്രയോജനമാകുന്ന തരത്തിൽ പാചകവാതക വില വർധനവ് തടയുന്നതിന് 30,000 കോടി രൂപയുടെ സബ്സിഡിയാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇന്ന് അംഗീകരിച്ചിട്ടുള്ളത്. മാർക്കറ്റിൽ ഗ്യാസ് വിലയിൽ പാചകവാതകത്തിന്റെ വിലയിൽ വർധനവും ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകുമ്പോൾ അത് സാധാരണക്കാരെ ബാധിക്കാതിരിക്കാൻ, സബ്സിഡി വിലയിൽ അതിൽ മാറ്റം വരാതിരിക്കാനാണ് 30,000 കോടി രൂപയുടെ സബ്സിഡി ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചിട്ടുള്ളത്. ഇതിന് മുൻപും നിരവധി തവണ പാചകവാതക വിലയുടെ സബ്സിഡി വർദ്ധിപ്പിച്ചുകൊണ്ട് വിലയിൽ ഉണ്ടാകുന്ന വർധനവ് സാധാരണക്കാരെ ബാധിക്കാതിരിക്കാനുള്ള നടപടി കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ രാജ്യത്തെ സാധാരണക്കാർക്ക് ഏറ്റവും ഗുണകരമാകുന്ന രീതിയിൽ പാചകവാതക വിലയിൽ 30,000 കോടി രൂപയുടെ സബ്സിഡിക്കാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുള്ളത്. കൂടാതെ അസമിനും ത്രിപുരയ്ക്കുമായി 7250 കോടി രൂപയുടെ പ്രത്യേക വികസന പാക്കേജിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. ത്രിപുരയും അസാമും ഉൾപ്പെടെ വടക്കുകിഴക്കൻ മേഖല ഇന്ന് വികസനത്തിന്റെ പാതയിലാണ്. മുൻപ് വിഘടനവാദത്തിന്റെ ശബ്ദം ഉയർന്നു കേട്ടിരുന്ന, ഭാരതത്തിൽ നിന്ന് വിഘടിച്ചു നിൽക്കണം അല്ലെങ്കിൽ വേറിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന മേഖലയും അവിടുത്തെ ജനങ്ങളുടെ മനസ്സും മാറ്റം വരുത്താൻ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അസമിനും ത്രിപുരയ്ക്കും 7250 കോടി രൂപയുടെ പ്രത്യേക വികസന പാക്കേജ് അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ സാങ്കേതിക വിദ്യാഭ്യാസത്തിനും ആ മേഖലയിലെ ഗവേഷണത്തിനുമായി 4200 കോടി രൂപയുടെ പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇതിലൂടെ ഇത്തരം ഈ 4200 കോടി രൂപയുടെ പദ്ധതിയിലൂടെ രാജ്യത്തെ 175 എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങൾക്കും 100-ലധികം പോളിടെക്നിക്കുകൾക്കും ഇതിന്റെ ഗുണഫലം ലഭിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ അതിന്റെ ഗുണം ലഭിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും പദ്ധതികൾക്കാണ് ഇന്നിപ്പോൾ കേന്ദ്ര മന്ത്രിസഭാ യോഗം, ഡൽഹിയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിട്ടുള്ളത്. മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത്. കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ അസമിനും ത്രിപുരയ്ക്കും പ്രത്യേക സാമ്പത്തിക സഹായം അനുവദിക്കുന്നത്. അതുകൂടാതെ രാജ്യത്താകമാനം പാചകവാതക വില പിടിച്ചു നിർത്തുന്നതിന് മാത്രം 30,000 കോടി രൂപ സബ്സിഡിയും അനുവദിക്കുകയാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗം. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.